യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മെയ് 5 രാവിലെ 11 മുതൽ ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് കഴിഞ്ഞ ദിവസം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. ഒത്തിരി ദൈവിക ആലോചനകൾ ഈ വർഷം കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ് കർത്താവ് നമ്മളോട് ഈ സന്ദേശത്തിലൂടെ സംസാരിക്കുന്നത്. ശിഷ്യന്മാരുടെ കാലത്ത് നമുക്ക് കാണാൻ കഴിയും, സാധാരണമായി ദൂതന്മാർ അവരുടെ അടുക്കൽ ഇറങ്ങി ചെല്ലുകയും ദൂതന്മാർ അവരെ ചില കാര്യങ്ങളിലേക്ക് നടത്തുകയും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരോട് ബലപ്പെടുത്തുകയും അവരോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യനെ പോലെ ദൂതന്മാർ ശിഷ്യന്മാരോടും സഭയോടും സംസാരിക്കുന്നതും അവരോട് അടുക്കലായിരിക്കുന്നതും നമുക്ക് പുതിയ നിയമത്തിൽ പല ഭാഗത്തും കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് പറയുവാണ്, ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ, ഈ വർഷം അനുഭവത്തിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുവരികയാണ്. അനേകായിരങ്ങൾ ആ അനുഭവത്തിലേക്ക്, ഹെവി പ്രസൻസിലേക്ക് ദൂതന്മാർ സംസാരിക്കുന്ന വിധത്തിൽ, ദൂതന്മാർ തന്നോട് ചില കാര്യങ്ങളെ അറിയിക്കുന്ന വിധത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് സഭയെ കർത്താവ് കൊണ്ടുപോവുകയാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. ഉണർവിനെ കർത്താവ് കൊണ്ടുവരുമ്പോൾ ഉണർവ് ഒരു വ്യക്തിയിലൂടെയല്ല, സഭയെ മുഴുവനും കർത്താവ് അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അനുഭവത്തിലായിരിക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തി 1:10 അവൻ പോകുന്ന നേരം യേശു ഉയർത്തെഴുന്നേറ്റ് പോകുക, ശിഷ്യന്മാരെല്ലാം കൂടെ നിൽക്കുക. 2 സാധാരണ മനുഷ്യരെന്ന് തോന്നുന്ന 2 ആളുകൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, തിളങ്ങുന്ന വേഷമിട്ട ആളുകൾ. നിങ്ങളെ ഞാൻ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ശിഷ്യന്മാർ ആ 2 ദൂതന്മാരെ കണ്ടു. അവരെല്ലാവരോടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ എന്നോട് വർത്തമാനം പറയുന്നത് പോലെ ആ ദൂതന്മാർ സംസാരിച്ചു. അശരീരി അല്ല, നോ 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 അല്ല, അശരീരി അല്ല. 2 വ്യക്തികൾ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരിക. 2 പേരെ എല്ലാ ശിഷ്യന്മാർക്കും കാണാം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്താവോ?
ഇത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇനി എൻ്റെ ദൂത് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെടുമ്പോഴാണ്. സാധിക്കുന്ന ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാവോ? ഒന്ന് പറയാവോ? ഇത് ഞങ്ങൾ പ്രസംഗമായിട്ട് കേൾക്കുന്നില്ല കർത്താവേ. We believe right now we are going to see a visitation now. സഭയോട്, ഈ സഭയുടെ നേതൃത്വം എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറയാം, എന്നോട് അതത് സീസൺ കർത്താവ് പറയാറുണ്ട്. 2020 കർത്താവ് പറഞ്ഞു, ഈ വർഷം മുതൽ ക്ഷാമം ആരംഭിക്കും. ഒരു ഫിൽറ്റർ എന്ന പോലെ ജനത്തെ ദൈവം ഫിൽറ്റർ ചെയ്യും. 2027 വരെ ആ ക്ഷാമം നിൽക്കും. അന്ന് കൊറോണയാ വരുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു കൂട്ടം സഭയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ഞാൻ ആദ്യം നെഗറ്റീവായി പ്രവചിച്ചു. എൻ്റെ ലൈഫിൽ ആദ്യം 20 വർഷങ്ങൾക്ക് പരിചയത്തിൻ്റെ നടുവിൽ ആദ്യമായിട്ടാണ് നെഗറ്റീവായി പ്രവചിക്കുന്നേ. കൊറോണ വരുന്നെന്ന് അറിയത്തില്ല. അതേ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ വർഷം സന്ദർശനത്തിൻ്റെ വർഷം. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്തേക്ക് ദൂതന്മാർ ഇറങ്ങി വരും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ദൂതന്മാർ സന്ദർശിക്കും. കുറച്ചും കൂടെ കയറി പറയുക, നിങ്ങൾ ആരാധിക്കുന്ന പള്ളിയിൽ ദൂതന്മാർ സന്ദർശിക്കും. ഞാൻ കേൾക്കുന്നത് പോലെയല്ല, നമ്മളെല്ലാവരും ഒരേപോലെ സന്ദർശന ശബ്ദം ചെവി കൊണ്ട് കേൾക്കും. ഞാൻ ആകാശത്തെയും ഭൂമിയും ഒരിക്കൽ കൂടെ ഇളക്കുവെന്ന് പറഞ്ഞ കർത്താവ് അടുത്ത ഇളക്കുവാൻ തുടങ്ങുക. ഈ സീസൺ ഇളകുന്ന സീസണാ. ഈ സീസൺ ഇളക്കുന്ന സീസണാ. ഈ സീസൺ ഇളകി മറിയുന്ന സീസണാ. ഓ, ചാടി അതിനെ റിസീവ് ചെയ്താണ്. നിങ്ങൾക്കറിയാവോ, ഒരു ജനറേഷൻ ദൈവിക സന്ദർശനം, ദൂതന്മാരെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ വേറൊരു സന്ദർശനം ഉണ്ടാകുക. അപ്പുറത്തൊരു സെക്ഷൻ വളരാൻ പോവുക. ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ, പാസ്പോർട്ടുകൾ 2024 പല രാജ്യങ്ങളിലും ക്യാൻസലായി പോകും. ഒന്നും കൂടെ പറയാം, ചില രാജ്യങ്ങളിൽ നിന്ന് പാസ്പോർട്ട് വേണ്ട, അതിന് പകരം ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ചിപ്പുകൾ മതി എന്ന് പറയുന്ന വിധത്തിലേക്ക് ശാസ്ത്രം കയറി വരും. മുദ്രയിടുന്ന കാലഘട്ടങ്ങൾ 2024 മുതൽ രാജ്യത്ത് അല്ല, ലോകത്തിൽ പല ഭാഗത്ത് എഴുന്നേറ്റ് വരും. നിങ്ങൾ കേട്ടോണേ ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ രാജ്യത്ത് വരാൻ പോകുന്ന കലാമിറ്റികളെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാത്താൻ രാജ്യങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്ന അവൻ്റെ മുന്നേറ്റം ഞാൻ പറയാം. എല്ലാം കോടീകരിക്കപ്പെടും. ഏക കോഡിനകത്തേക്ക് വരും. നിയന്ത്രിക്കപ്പെടുന്ന വിധത്തിലേക്ക് സകലതും, ലോകം മുഴുവൻ ഒരു നിയന്ത്രണത്തിലേക്ക് വരും. അതിൻ്റെ ആരംഭപ്പടി 2024 മുതൽ ലോക രാജ്യങ്ങളിൽ നടക്കും. നിങ്ങൾ അതിനെ കൈയടിച്ചില്ലല്ലോ. നിങ്ങൾ പറയുന്നില്ല ഇന്ന് ഹോട്ടലുകളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പോയാൽ വിലക്കില്ല, അതിന് പകരം വെൽക്കമാ ഉള്ളതെന്ന്. ഇന്ന് ഇന്ത്യയിൽ കുറെ കൂടെ സെക്ഷലായ കാര്യങ്ങൾക്ക് നിയമപരമായി സാധ്യതകൾ ഉണ്ടാകും. റെഡ് സ്ട്രീറ്റ് പോലുള്ള പല സ്ഥലങ്ങളും രാജ്യത്ത് സാധാരണമായി എഴുന്നേറ്റ് വരും. അതിനെ ഗവൺമെന്റ് കൂടെ നിന്ന്
ചില കാര്യങ്ങളോട് യോജിക്കും. നിങ്ങൾ ആരും വളരെ നിശബ്ദമായിട്ട് എന്നെ കേൾക്കുന്നേ. നമ്മുടെ രാജ്യത്തും ലോകരാജ്യങ്ങളിലും വരാൻ പോകുന്ന പിശാചിന്റെ രാജ്യത്തിന്റെ തന്ത്രങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. ഈ 24 ആ സീസണിലേക്കുള്ള ചുവടുവെപ്പ് പിശാച് വെക്കുന്ന സീസണിന്റെ കാലഘട്ടമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോണം, അതിനും വലിയത് ഒരു സൈന്യം എഴുന്നേൽക്കുന്നു. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. വലിയ ക്രിസ്ത്യൻ നേതാക്കന്മാർ വിശ്വാസത്തെ ഉപേക്ഷിച്ച്, വിശ്വാസത്തെ ത്യജിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഈ സീസണിൽ കേൾക്കും. വിശ്വാസം പലരുടെയും തണുത്തുറഞ്ഞതുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമായത് വലിയ നേതൃത്വങ്ങൾ സംസാരിക്കും. താങ്ക് ഗോഡ്, മോബിനെ പോലെ, നമ്മളെ പോലെ ഒരു പുതിയ ജനറേഷൻ അതിനപ്പുറത്തേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഈ 2024 നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കലായി സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, ഇനി വരുന്ന ഭരണം അവസാനിക്കണേക്കാൾ മുമ്പ്, ഇത് നിങ്ങൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിടുക, ബിക്കോസ് ഐ നോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ വരുന്ന 4 വർഷം ഇറ്റ് ഈസ് സോ സീരിയസ്. ഒരു ജനറേഷനെ ദൈവം ഒരു സ്ഥലത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊന്ന് എഴുന്നേറ്റ് വരും. സത്താനെ വെല്ലുവിളിക്കുന്ന ശുശ്രൂഷകർ എഴുന്നേക്കും. രാജ്യത്ത് ഓപ്പൺ ചലഞ്ച് ഉണ്ടാകും. ദൈവശക്തിയുടെ ഓപ്പൺ ശക്തി പ്രകടനം വെളിപ്പെട്ടു വരും. അവിടെ ഇവിടെ ചെറിയ മുഴ മാറിയതോ ക്യാൻസർ മാറിയതോ അല്ല, പ്രകടമായ വെല്ലുവിളിക്കായി സ്വർഗം ചിലരെ അറ്റസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഒരു കൂട്ടം പാവം സാധാരണക്കാരുണ്ട്. പക്ഷെ മനസ്സിലാകുന്നവരോട് പറയാം, ഒരു ഓപ്പൺ ചലഞ്ചിന് വേണ്ടിയിട്ട് ദൈവം രാജ്യത്തെ, ദേശങ്ങളെ ഒരുക്കുകയാണ്. ഞാൻ കണ്ടൊരു വെളിപ്പാട്, യേശു കർത്താവ് ഒരു വലിയ തേജസ്സേറിയ മേഘത്തിന് നടുവിലൂടെ ഇന്ത്യ രാജ്യത്തെ നോക്കുന്നത് കാണുവാൻ ഞാൻ നോക്കുമ്പോ അതേ തേജസ്സിൽ, അവൻ നോക്കുന്ന മേഘമുള്ള തേജസ്സിന്റെ മുഖത്ത് ഒരു കൂട്ടം ജനം ഇന്ത്യയിൽ എഴുന്നേറ്റ് വരുന്നു. ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, യേശു നോക്കിയത് ഇന്ത്യ അല്ല, ഇന്ത്യയിൽ എഴുന്നേക്കുന്ന ചിലരെയാ യേശു നോക്കുന്നേ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. 2027-28 കാലഘട്ടങ്ങൾ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഈ രാജ്യത്ത് വരും. ആ വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കേ. നീ എവിടെ ഇരിക്കണമെന്ന് ചിന്തിക്കേ. നീ ആരായിരിക്കണമെന്ന് പറ. എവിടെ നിൽക്കണമെന്ന് പറ. A season change. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2020 ഇത് പറഞ്ഞതാ. But I know now it is so clear. It is very clear. It is very clear. God is going to അടുത്തൊരു ഷിഫ്റ്റിലേക്ക് എന്റെ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഉറങ്ങിയവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ കാലുകൾ ദൈവം കഴുകിയിട്ട് ഒരു പുതിയ ചെരുപ്പിടാൻ റെഡിയാ. മടങ്ങി വരുന്ന ധൂർത്തപുത്രനെ പോലെ
ഇതാ ഒരു പുതിയ വസ്ത്രവും ഒരു പുതിയ ചെരുപ്പുമായി സ്വർഗം ഈ ഹോളിന്റെ നടുവിൽ നിൽപ്പുണ്ട്. ഞാൻ നിന്നോട് പറയാം, ഇനി ഭരണം നിന്റെ കയ്യിലാ. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്, ഇനി നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നത്. അന്യഭാഷയിൽ ആരാധിക്കുന്നവർ ആരാധിച്ചോ, യേശുവേ എന്ന് വിളിക്കുന്നവർ വിളിച്ചോ. A season change. ഈ ന്യൂ ഇയറിന്റെ പകിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന പലരും ഇതിനകത്ത് കാണാം. പക്ഷേ ചിലര് നോ, I am getting ready for a new season. നിങ്ങൾക്കറിയോ, സംസാരിച്ചതിന്റെ പെയിൻ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അടുത്ത മാസം എൻ്റെ പബ്ലിക് മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തു. എൻ്റെ അകത്തേക്കൊരു ഭാരം വന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേക്കരുത് എൻ്റെ അടുക്കൽ നിന്ന്. I want to do something. ഞാൻ ഇത്രയും ക്ലിയർ ആയ ഒരു ശബ്ദം അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഗെറ്റ് റെഡി. അടുത്ത മാസം പബ്ലിക് മീറ്റിംഗ് വേണ്ടെന്നേ പറഞ്ഞുള്ളെന്ന് വിചാരിക്കരുത്. ഞാൻ ഒരു പ്രോഗ്രാമിനും പോകത്തില്ല. വെള്ളിയാഴ്ച ദുബായി പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞായറാഴ്ച സർവീസിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് എന്നെ അയച്ചാൽ ഞാൻ വരും. ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ബിക്കോസ് ഐ നോ സംതിങ് ഈസ് ഗോയിങ് ഓൺ. അത് അടുത്ത മാസമാണോ അവസാനിക്കുന്നത്, അതിന്റെ അടുത്ത മാസമാണോ അവസാനിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞത്, സഭയിൽ അവിടെ നീ പറഞ്ഞത് നിവൃത്തിയായെന്ന് കേൾക്കുന്നത് വരെ നീ എന്നോടൊപ്പം ഇരിക്കാൻ. ദാറ്റ് മീൻസ് ഞാൻ ഇന്ന് പറയുന്നത് അതിന്റെ മേൽ ജാഗരിക്കുവാൻ സ്വർഗം എന്നോട് പറയുമ്പോ അതിന്റെ തീഷ്ണത എത്ര വലുതെന്ന് ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മെസ്സേജിലേക്ക് വരട്ടെ. ഒറ്റ വാക്കിൽ, അന്ത്യകാലത്ത് സകല സഭയുടെ മേൽ, സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. ചോദിക്കാം, എന്താണ് ആ പകർച്ചയുടെ കാരണം? എന്തുകൊണ്ട് അന്ത്യകാലത്തിൽ സംഭവിച്ചു? 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, സകല ജഡവും വരാൻ പോകുന്ന കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ അവരുടെ ചെവി ആ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സകല ജനത്തിനും ദൈവശബ്ദം കേൾക്കാൻ ഒരു അഭിഷേകത്തെ പകരാൻ പോകുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ, സീരിയസ് ആണ് കാര്യം. എന്തുകൊണ്ടാ കർത്താവേ അന്ത്യകാലത്തിൽ? സ്വർഗ്ഗനോട് പറഞ്ഞു, എന്റെ ഫ്രീക്വൻസി, എന്റെ കാഹളത്തിന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി സകല ജനത്തിനും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആളുകൾ എടുക്കപ്പെടുമ്പോഴും ഭൂമിയിൽ ആൾക്കാർ കാണുന്നേ, ആ ഫ്രീക്വൻസി തിരിച്ചറിയണമെങ്കിൽ അഭിഷേകം വ്യാപരിക്കപ്പെടണം. അവസാന കാലത്തെ അഭിഷേകത്തിന്റെ രഹസ്യം ഫ്രീക്വൻസിയാണ്. രണ്ടാമത്തെ കാര്യം എന്തുവാ? സകലരും പ്രവചന ശബ്ദം കേൾക്കും. വൈ? കർത്താവിന്റെ വരവിന് മുമ്പ് കർത്താവിന്റെ പാത ഒരുക്കുന്നത് പ്രവാചകന്മാരാ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് പ്രവാചകന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഓഫീസുള്ളവരാണെന്ന്. അല്ലല്ല, സകല ജഡവും പ്രവാചക ഗണത്തിലേക്ക് വരും. മൂന്നാമത്, ബി സീരിയസ്. ആത്മാവ് നമ്മുടെ അകത്ത് പകരുന്നത് എന്നെ ഫ്ലെയിംസ് ഓഫ് ഫയർ ആക്കാനാണ്, അഗ്നിജ്വാലയുടെ ശുശ്രൂഷകനാക്കാനാണ്. വെല്ലുവിളിക്കുന്ന ചില ശുശ്രൂഷകർ എഴുന്നേൽക്കുകയാണ്.
ദേശത്തോട് അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തികളോട് വെല്ലുവിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ആത്മീയ ബലത്തിലും അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ നിറവിലും ആ കോൺഫിഡൻസിലും കർത്താവുമായുള്ള ബന്ധത്തിലും ആയിരിക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളും അതിൻ്റെ ഭാഗമായിട്ട്. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന ചിലത് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഉറപ്പാണ്, കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഉറപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാണ്. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത ഒരു വലിയ അത്ഭുത സാക്ഷ്യം പറയാനാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് മഞ്ജു എന്നാണ്. വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ സിസ്റ്ററിന് 1.5 മാസമായിട്ട് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ യൂറിൻ ഡ്രോപ്പായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഷുഗറിൻ്റെ പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ആണെങ്കിൽ ഡൗട്ട് തോന്നി യൂട്യൂബിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്തു. അത് തന്നെ അപകടമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആളുകൾ അടുത്ത സാധനം കൂടെ അവസാനം പോയി ക്യാൻസറും അത് കഴിഞ്ഞാൽ മരണവുമായി ശവപ്പെട്ടി വരെ കാണും ചില ആളുകൾ. അങ്ങനെ അലർജിയുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും സിസ്റ്റർ പോയില്ല. 2 ആഴ്ചകൾക്ക് മുമ്പേ ചർച്ചിൽ വന്നു. ചർച്ചിൽ വന്നപ്പോൾ ബ്രദറിൻ്റെ പാട്ടായ അത്ഭുതങ്ങൾ സാധാരണ എന്ന പാട്ടാണ് ഇവിടെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സിസ്റ്റർ മനസ്സിൽ പറഞ്ഞു, അത്ഭുതങ്ങൾ സാധാരണമാണ്, അപ്പോൾ എനിക്കും ഒരു അത്ഭുതം വേണമെന്ന് പറഞ്ഞു. ആ പാട്ട് പാടിക്കഴിഞ്ഞ് വീട്ടിലെത്തുന്നവരെ സിസ്റ്റർ ചെക്ക് ചെയ്തു. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരു യൂറിൻ ഡ്രോപ്പ് പോയില്ല. ഇപ്പോൾ 2 ആഴ്ച ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് വന്ന് സാക്ഷ്യം പറയുന്നത് തന്നെ ഒരു മാനസിക പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വലിയ പ്രായമൊന്നുള്ള എല്ലാത്തൊരാൾ ചെറുപ്പക്കാർക്ക് അങ്ങനെ വന്ന് പറയാന്ന് പറയുന്നത് നാണക്കേടാ. പക്ഷെ അത് ഒരു ധൈര്യമല്ലേ കർത്താവിന് വേണ്ടി ചിലത് പറയാന്നുള്ളത്. അപ്രിഷ്യേറ്റബിൾ. അയാളൊരു നല്ല ലീഡറാകട്ടെ, ഒരു നല്ല ശുശ്രൂഷയാകട്ടെ. കൈയടിക്കാത്ത എന്താ നിങ്ങൾ? യേശു ചെയ്ത നന്മകൾ, ആ എക്സൈറ്റ്മെന്റ് കുറയാതെ സാക്ഷ്യം പറയാൻ നിന്റെ മകൾക്ക് കൊടുത്ത ധൈര്യത്തിന് നമുക്ക് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. ലവ് യു. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ അനുഭവങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഓരോ വ്യക്തികളും കർത്താവിനെ അനുഭവിക്കുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നത് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ചില അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയുണ്ട്. കർത്താവിനെ അറിഞ്ഞ ഓരോ വ്യക്തികൾക്കും പറയാൻ കഴിയും, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന്. അതുകൊണ്ടല്ലേ ആരൊക്കെ എതിർത്താലും ആരൊക്കെ പരിഹസിച്ചാലും സ്വന്തമെന്ന് തോന്നുന്നവരോ ബന്ധമെന്ന് തോന്നുന്നവരോ ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലുവാൻ നമുക്ക് കഴിയാത്തത്. അവൻ്റെ സ്നേഹത്തെ അനുഭവിച്ചത് ആർക്കാണ് അതിൽ നിന്ന് മാറുവാനായി കഴിയുന്നത്? ആമേൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, ചേർന്നിരുന്നാട്ടെ, പുതിയ അനുഭവങ്ങളെ അനുഭവിച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോൾ അതിനെ കാണുന്ന ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വരണ്ടുപോയ അവസ്ഥയിൽ നിന്ന് അപ്പോൾ ആ പുതിയൊരു അനുഭവത്തിലേക്ക് കർത്താവേ കുടുംബങ്ങളെ കൊണ്ടുവരുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, വരണ്ടുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവേ പുതിയ അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പുതിയ അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ, പുതിയ നന്മയിലേക്ക് വരട്ടെ അപ്പാ. കർത്താവേ നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. വരണ്ട അവസ്ഥയിൽ നിന്ന് പുതിയ അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ, പുതിയ നന്മയിലേക്ക് വരട്ടെ അപ്പാ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എനിക്കൊരു സിസ്റ്ററിനെ കാണാം. ആ സിസ്റ്ററിൻ്റെ കഴുത്തിന് താഴെയായിട്ട് ഒരു മുഴയുണ്ട്. കഴുത്തിലല്ല, കഴുത്തിന് താഴെയായിട്ട് ഒരു മുഴയുണ്ട്. ആ മുഴ നിമിത്തം ഒത്തിരി ഭാരത്തോടെയാണ് ആ കുടുംബമായിരിക്കുന്നത്. ഉറപ്പായും ഒരു സർജറി വേണമെന്നുള്ളത് കൊണ്ട് അത് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാതെ ഭാരത്തോടായിരിക്കുന്നു. എന്നാൽ ആ വ്യക്തി ആ ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ ശരീരത്തോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും അങ്ങ് അഴിഞ്ഞു പോകട്ടെ അപ്പാ. പൂർണ്ണമായത് സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ തന്നെ മുടി പാർട്ടീഷൻ എടുക്കുന്ന ഒരു വ്യക്തി, അതായത് സെൻട്രൽ നിന്നും പാർട്ടീഷൻ എടുത്ത് മുടി ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെ അലട്ടുന്ന എന്തോ ഒരു ഭാരത്തിലൂടെയാണ് താനായിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഒരു ആശ്വാസം ആ വ്യക്തിയുടെ ലൈഫിൽ തൊടുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തി തനിക്ക് വേണ്ടി ചലിക്കുകയാണ്. ഇതുവരെ ആയിരുന്ന ആ ലൈഫിനെ കർത്താവ് തിരിച്ചു വെക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത സന്ദർശനത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകട്ടെ, ഓരോ ദിവസവും ഉണ്ടാകട്ടെ, ഓരോ ദിവസവും അത് അനുഭവിക്കട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.